10ാമത്തെ രാവ് അഥവാ പെരുന്നാൾ രാവാണ്. അറഫയുടെ പകൽ കഴിഞ്ഞ് നമ്മളെല്ലാവരും ഇന്നത്തെ മഗ്‌രിബോട് കൂടി പ്രവേശിക്കുന്നത് പെരുന്നാൾ രാവിലേക്കാണ്. ഒരുപക്ഷെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് പെരുന്നാൾ ദിനത്തിലാവാം. അപ്പോൾ പരിപാവനമായ ഈ സമയത്തൊക്കെ നമ്മൾ പറയേണ്ട പ്രധാനപ്പെട്ട അമൽ അത് തക്ബീറാണ്. തക്ബീർ ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് കുറച്ച് പ്രാവശ്യം പറയാം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ കബീറാ വൽഹംദുലില്ലാഹി കസീറാ ഫസുബ്ഹാനല്ലാഹി വബിഹംദിഹി ബുക്റതൻ വഅസീലാ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബലിപെരുന്നാൾ രാവിലും അതുപോലെ പകലിലുമൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ടത് തക്ബീറാണ്. ചെറിയ പെരുന്നാളിൽ റമദാൻ 30 നോമ്പ് അല്ലെങ്കിൽ 29 നോമ്പിൻ്റെ ആ ഒരു സമയത്ത് നിലാവ് കണ്ടാൽ ആ ടൈം മുതൽ ചെറിയ പെരുന്നാൾ ദിവസത്തിൽ ഖത്തീബ് ഖുതുബ ഓതാൻ മിമ്പറിലേക്ക് കയറുന്നത് വരെയാണ് ചെറിയ പെരുന്നാൾ ദിവസത്തിൽ തക്ബീർ ചൊല്ലേണ്ട സമയം. എന്നാൽ ബലിപെരുന്നാളിൽ ദുൽഹിജ്ജ 9, ദുൽഹിജ്ജ 10, 11, 12, 13 ഈ 5 ദിവസങ്ങളിലും പ്രത്യേകം സുന്നത്താണ് തക്ബീർ പറയൽ. അപ്പോൾ